ഹായ് ഓൾ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും IIT എയിംസിൻ്റെ ഒക്കെ സ്ക്രീനിങ് ടെസ്റ്റിനായിട്ട് റെഡി ആകുക എന്നൊക്കെ മിസ്സിന് അറിയാം. അപ്പം എല്ലാവരും പെട്ടെന്നൊക്കെ ഒന്ന് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് വന്നേ. എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് അവരോട് എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ മിസ്സ് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിലെ നല്ലൊരു ചാപ്റ്റർ ആയിട്ടുള്ള ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് ഇതൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് നീഡാണ് എന്തെന്ന് പറയുന്നത്, ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഫുഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി റിപ്പയർമെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് ഈ ഫുഡൊക്കെ എത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫാർമേഴ്സ് ഹാർഡ് വർക്ക് അല്ലേ. ഫാർമേഴ്സിൻ്റെ ഒക്കെ ഹാർഡ് വർക്ക് മൂലം അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന നല്ല നല്ല ക്രോപ്സ് ആണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മിസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ? അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഹായ്, ഹലോ. ഓക്കെ, സോ അപ്പം മിസ് ഇവിടെ തരുന്ന ടോപ്പിക്സ് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് സിലബസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് മിസ് ജസ്റ്റ് എന്തൊക്കെ കണ്ടന്റ്സ് ആണ് വരുന്നതെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതലായിട്ട് അതിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളൊരു 50 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ കറക്റ്റ് 50 ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നില്ല. അപ്പോൾ എന്താണ്, നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്ത്, നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു കണ്ടന്റ് ടോപ്പിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. എയിംസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിലൊക്കെ എല്ലാവരും പാസ്സായിട്ട് മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ എയിംസ് ഒക്കെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സോ നമുക്ക് എന്താണ് ഫസ്റ്റ് തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് അഗ്രികൾച്ചർ എന്നത്. ഓക്കെ, സോ എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്? ഇവിടെ മിസ് ഒരു ലാറ്റിൻ വേർഡ് കൊടുത്തിട്ടുണ്ട്. സോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ്സിൽ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് അഗർ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് കൾച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് അഗ്രികൾച്ചർ മീൻ ചെയ്യുന്നത്? ദ കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. ഓക്കെ, അതായത് അഗർ എന്ന് പറയുന്ന ടേം ഇറ്റ് ഡിനോട്ട്സ് ഫീൽഡ് ഓർ ലാൻഡ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗർ? അഗർ എന്ന് പറഞ്ഞാൽ ലാൻഡ് അല്ലെങ്കിൽ ഫീൽഡ് എന്നാണ് അർത്ഥം വരുന്നത്. ദെൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ടിവേഷൻ. സോ കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. അപ്പോൾ നമ്മളൊരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ നടത്തണം, അല്ലെങ്കിൽ ഒരു കൾട്ടിവേഷൻ ഫീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നേരെ ചുമ്മാ പോയി അഗ്രികൾച്ചർ നടത്തണം എന്നോർത്ത് പോയി കൾട്ടിവേഷൻ ഫീൽഡൊക്കെ റെഡിയാക്കിയാൽ മതിയോ? ഇല്ല, അതിന് കുറച്ച് സ്റ്റെപ്സുകളുണ്ട് അല്ലേ. അതായത് പ്ലോയിങ്, സോയിങ്, അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഹാർവെസ്റ്റിംഗ് ടൈമുകളുണ്ട്, സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. ഓക്കെ, കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് എന്നാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നതിന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്താണ് അഗ്രികൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃഷി എന്ന് പറഞ്ഞാൽ ഒരു തരം കൃഷി മാത്രമേ ഉള്ളൂ. അതായത് എന്താണ്, നമ്മുടെ പച്ചക്കറി നടുക അല്ലെങ്കിൽ എന്താണ് ചെടികൾ നടുക, അത് മാത്രമാണ് കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ദ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓൾസോ. അതായത് കന്നുകാലി വളർത്തൽ, പശു, ആട്, എരുമ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ പോൾട്രി ഫാമിംഗ്, പിസികൾച്ചർ, എപ്പികൾച്ചർ, സെറികൾച്ചർ, ഇതെല്ലാമാണ് ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആൾക്ക് വേണ്ട ഇൻകം നമുക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു രീതിയിൽ അഗ്രികൾച്ചറിന്റെ പല ഫീൽഡുകളുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് അഗ്രികൾച്ചർ? അഗ്രികൾച്ചർ ഈസ് എ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫാമിംഗ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സയൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് എന്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നു അഗ്രികൾച്ചറിലൂടെ? അഗ്രികൾച്ചറൽ ബയോളജി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങൾ, ഇപ്പം ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിന്റെ സ്റ്റെം, റൂട്ട്, ലീഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അഗ്രികൾച്ചറിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അഗ്രികൾച്ചർ എന്നത് ഒരു സയൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ
പ്രാക്ടീസ് ഓഫ് ഫാമിംഗ്. എന്താണ് പ്രാക്ടീസ് ഓഫ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഫാർമേഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പ്ലോയിങ് ആയിക്കോട്ടെ, സോയിങ് ആയിക്കോട്ടെ. ഓക്കെ, പ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഴുതുമറിക്കുക. ഓക്കെ, പ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുന്നതായിക്കോട്ടെ. സോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് നടുന്നത്. ഓക്കെ, ഹാർവെസ്റ്റിംഗ് ആയിക്കോട്ടെ, ഇറിഗേഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് അഗ്രികൾച്ചർ ഈസ് എ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫാമിംഗ്. ദെൻ വിച്ച് മെയിൻലി ഇൻവോൾവ്സ്, ആ പ്രാക്ടീസ് ഓഫ് ഫാമിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെയറിങ് ഓഫ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലി വളർത്തൽ, അതിപ്പോൾ എന്തായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പിഗ് ആയിക്കോട്ടെ, നമ്മുടെ ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഇവരിൽ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സുകൾ കിട്ടുന്നു? മിൽക്ക്, അതുപോലെ മീറ്റ്, ഇപ്പോൾ ഷിപ്പിനെ വളർത്തുകയാണെങ്കിൽ വൂള്, അതർ പ്രോഡക്ട്സ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും നമ്മുടെ ഹ്യൂമൻ യൂസിനായിട്ട് കിട്ടുന്നു. ഓക്കെ, സോ അതാണ് അഗ്രികൾച്ചറിൻ്റെ വൺ ഓഫ് ദ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റെയറിങ് ഓഫ് ആനിമൽസ് ഓർ ദ റെയറിങ് ഓഫ് പ്ലാന്റ്സ്, ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് അഗ്രികൾച്ചർ. ദെൻ കൾട്ടിവേറ്റിംഗ് ലാൻഡ്, മിസ് ഓൾറെഡി പറഞ്ഞു, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു കൾട്ടിവേഷൻ ആണ്, ഒരു കൾട്ടിവേഷൻ ഫീൽഡാണ് നമ്മൾ പറയുന്ന അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്, സോയിൽ പ്രിപ്പറേഷൻ ഉണ്ട്, പിന്നെ മുമ്പ് പറഞ്ഞ പ്ലോയിങ്, സോയിങ്, ഇങ്ങനെയൊക്കെ കുറേ സ്റ്റെപ്സുകൾ വരുന്നതാണ് കൾട്ടിവേഷൻ ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൾട്ടിവേറ്റിംഗ് ലാൻഡ് എന്ന് പറയുന്നത്. ദെൻ റേസിംഗ് ക്രോപ്സ്, ഒരു ലാൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അടുത്ത എയിം എന്ന് പറഞ്ഞാൽ? ക്രോപ്സ് റേസ് ചെയ്യുക. അതിന് വേണ്ട ആ ക്രോപ്പ് അല്ലെങ്കിൽ ആ പ്ലാന്റിന് വേണ്ട ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മാനുവർ, ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം ആഡ് ചെയ്ത് ക്രോപ്സുകളെ റേസ് ചെയ്യുക. ദെൻ നല്ലൊരു ക്രോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ നമ്മളത് വിൽക്കാനായിട്ട്, സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലേ? അങ്ങനെ ആ സെല്ല് ചെയ്യുന്നതിലൂടെ ഫാർമേഴ്സിന് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടുന്നു. സോ ഇതാണ് ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അഗ്രികൾച്ചറിനെ പറ്റിയിട്ടൊരു കോൺസെപ്റ്റ് കിട്ടിയില്ലേ? സോ what do you know about agriculture? Agriculture is the science and practice of farming which mainly involves rearing of livestock, cultivating land, raising crops and marketing the produce. Okay, so നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എന്താണ് നെല്ല് കൊയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് പശു, പിന്നെന്താണ് നെല്ല് നടുന്നതുണ്ട്, പച്ചക്കറികൾ മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുന്നതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഒരൊറ്റ വേടേ ഉള്ളൂ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. ക്ലിയർ ആയില്ലേ? അഗ്രികൾച്ചറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബേസിക് ക്രോപ്പ് പ്രാക്ടീസിങ്. ബേസിക് ക്രോപ്പ് പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ക്രോപ്സ്. എന്താണ് മക്കളെ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ, എന്താണ് ക്രോപ്സ് എന്ന് പറയുന്നത്? ക്രോപ്സ് എന്താണ്? വിത്തിനെയാണോ നമ്മൾ ക്രോപ്സ് എന്ന് പറയുന്നത്? യെസ്, ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇവിടെ നോക്കിക്കേ, വെൻ പ്ലാന്റ്സ് ഓഫ് സെയിം കൈൻഡ് ആർ ഗ്രോൺ. ഓക്കെ, ഒരേ രീതിയിലുള്ള ക്രോപ്പ് എടുത്ത് നമ്മളൊരു കൾട്ടിവേഷൻ ഫീൽഡിൽ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ അതിനെ വളർത്തുന്നതിനെയാണ് ക്രോപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ പ്ലാന്റ്സ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ക്രോപ്സ് ആർ ഗ്രോൺ ആൻഡ് കൾട്ടിവേറ്റഡ് അറ്റ് വൺ പ്ലേസ് ഓൺ ലാർജ് സ്കെയിലായിരിക്കണം. ഒരു കൾട്ടിവേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ലാർജ് സ്കെയിലായിരിക്കുമല്ലോ. സോ ആ ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ ഇനത്തിലുള്ളത്, ഇപ്പം നെല്ലാണെങ്കിൽ നെല്ലായിരിക്കും ആ ഒരു ഏരിയയിൽ മൊത്തം, വീറ്റ് ആണെങ്കിൽ വീറ്റ് ആയിരിക്കും ആ ഒരു ഏരിയയിൽ മൊത്തം. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, so crop is that when plants of same kind are grown and cultivated at one place on large scale, it is called crop. അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് ക്രോപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ക്രോപ്സ്, ഓക്കെ, ക്രോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ക്രോപ്പ് എന്താണെന്ന് ക്ലിയർ ആയി. ഇനി ഈ ക്രോപ്സുകൾക്കെല്ലാം ഇപ്പം വീറ്റ്, റൈസ്, ബജ്ര, ബാർലി, ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീരിയൽസുകളുണ്ട്, അല്ലേ? അപ്പം ഇവർക്കെല്ലാം തന്നെ എന്തുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് സീസൺസ് ഉണ്ട്. ഏകദേശം 3 രീതിയിലാണ് ആ ക്രോപ്പ് സീസൺസ് വരുന്നത്. ഒന്നാണ് ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത്, 2 റാബി ക്രോപ്സ് ആൻഡ് 3rd വൺ എന്ന് പറയുന്ന സീസൺ ആണ് സൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ക്രോപ്സ് ദേ ഹാവ് ക്രോപ്പ് സീസൺസ്. ക്രോപ്പ് സീസണുകളുണ്ട്. ആ ക്രോപ്പ് സീസൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ, അതുപോലെ തന്നെ ഏത് മാസത്തിലാണ് ഖാരിഫ് ക്രോപ്സുകൾ സോൺ ചെയ്യുന്നത്, ഏത് മാസത്തിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഏതാണ് നല്ല
നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഈ ഒരു ഖാരിഫ് ക്രോപ്സ് നടാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നിങ്ങളോട് മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നിങ്ങൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം. മിസ് അതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ചെറിയ ചെറിയ രീതിയിൽ നമുക്കിതെല്ലാം പഠിച്ചു പോകാം. സോ എന്താണ് ക്രോപ്പ് സീസൺസ്? അപ്പം ക്രോപ്പ് സീസൺസ് എത്തുന്നതുകൊണ്ട് മൊത്തം 3 രീതിയിലാണ് ക്രോപ്പ് സീസൺസുകൾ ഉള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ഖാരിഫ് ക്രോപ്സ്. അത് ഏത് സമയത്ത് നമ്മൾ വിത്ത് നടുന്ന സീസൺ ആണ് പറയുന്നത്? റെയിനി സീസൺ ക്രോപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി മിസ് ഇപ്പം ഇവിടെ R ഉണ്ടല്ലോ, R ഫോർ റെയിനി എന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ഖാരിഫ് ക്രോപ്പിന് R ഫോർ റെയിനി സീസൺ. അപ്പം ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിനി സീസണിൽ നമ്മൾ ഗ്രോ ചെയ്യിപ്പിക്കുന്ന പ്ലാന്റ്സിനെ പറയുന്നതാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഓരോ ടൈം എപ്പോഴാണ്, ഏതൊക്കെ രീതിയിലുള്ള ഖാരിഫ് ക്രോപ്സുകളാണ് നമ്മളിവിടെ നടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ സീസൺ ഈസ് ഗ്രോൺ ഡ്യൂറിങ് മൺസൂൺ ഓർ റെയിനി സീസൺ. ഏത് സമയത്താണ് ഖാരിഫ് ക്രോപ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? യെസ്, ഡ്യൂറിങ് റെയിനി സീസൺ ഓർ മൺസൂൺ സീസണിലായിരിക്കും അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ വെദർ റിക്വയർഡ്. ഓക്കെ, അത് അവർക്ക് വേണ്ട വെദർ എങ്ങനത്തെ ആയിരിക്കും? യെസ്, റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കും തണുപ്പ് മതിയെന്ന്. എന്നാൽ അങ്ങനെയല്ല, വാം ആൻഡ് വെറ്റ് വെദർ ആയിരിക്കും അവർക്ക് വേണ്ടത്. ഓക്കെ, ദേ ഹാവ് വാം ആൻഡ് വെറ്റ് വെദർ ദേ നീഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് കേസ്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് എന്താണ്? സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ടൈം. അതായത് വിത്ത് വിതയ്ക്കുന്നത്, തിരിച്ച് പ്ലാന്റ്സ് ഒരു മെച്യൂർ ആയി കഴിയുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഹാർവെസ്റ്റിംഗ് ടൈം ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. സോ ഖാരിഫ് ക്രോപ്സിന്റെ ഹാർവെസ്റ്റിംഗ് ടൈമും സോൺ ടൈമും ഒന്ന് ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും നമ്മൾ ഏത് ഖാരിഫ് ക്രോപ്സുകളൊക്കെ വിത്ത് നടുന്നത്. ഓക്കെ, ആൻഡ് ഏത് സമയത്താണ് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും ഏത് ഖാരിഫ് ക്രോപ്സുകളുടെ ഹാർവെസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അത് റെയിനി ക്രോപ്സ് എന്ന് നമ്മൾ പറയുന്നു. അതിന് ഏറ്റവും നല്ല ഗ്രോ ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് റെയിനി സീസൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന് വേണ്ട വെറ്റ് അല്ലെങ്കിൽ വാം ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും അതിന് വേണ്ടത്. ഇനി ഏത് സമയത്താണ് വിത്ത് നടുന്നത്? ജൂൺ ജൂലൈ സീസണിലായിരിക്കും അത് വിത്ത് നടുന്നത്. ഹാർവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ്. ഒന്നാമത്തെയാണ് റൈസ് എന്ന് പറയുന്നത്. ജോവർ, ബജ്ര, കോട്ടൺ, ഗ്രൗണ്ട് നട്ട്, ഉറാദ്, മൂങ്, ഇങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത്? എക്സാമ്പിൾസ് ഓഫ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചോണം. ഓക്കെ, സോ എന്താണ്? റൈസ്, ജോവർ, ബജ്ര, കോട്ടൺ, ഗ്രൗണ്ട് നട്ട്, ഉറാദ്, മൂങ്, ഇങ്ങനെയുള്ള ക്രോപ്സ് വെറൈറ്റീസ് ആണ് ഖാരിഫ് ക്രോപ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഖാരിഫ് ക്രോപ്സ് എന്താണെന്ന് കിട്ടിയല്ലോ? റെയിനി സീസണിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്ന അല്ലെങ്കിൽ വിത്ത് നടുന്നതാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയുള്ളതാണ് റൈസ്, അതുപോലെ തന്നെ എന്താണ് ജോവർ, ബജ്ര എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. മിസ് ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് റാബി ക്രോപ്സ്. അപ്പം റെയിനി സീസണിലുള്ള ക്രോപ്സുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത്? റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. സോ റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിന്റർ ക്രോപ്സുകളെയാണ് നമ്മൾ പറയുന്നത് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരുടെ ആ ഒരു ടൈം എപ്പോഴാണ്? വിന്റർ സീസണിലായിരിക്കും അവർ വളരുന്നത്. ഇനി അവരുടെ വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് വീറ്റ്, ബാർലി, ഗ്രാം, മസ്റ്റാർഡ്, പൊട്ടാറ്റോ എന്നിങ്ങനെയുള്ള ക്രോപ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് കോൾഡ് ആൻഡ് ഡ്രൈ വെതർ ആയിരിക്കും അവർക്ക് വേണ്ടത്. ഓക്കെ, കോൾഡ് ആൻഡ് ഡ്രൈ വെതർ ആയിരിക്കും റാബി ക്രോപ്സിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഓക്കെ, ദെൻ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ സീസൺസിലായിരിക്കും. ഇനി ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം എപ്പോഴായിരിക്കും? മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ സമയത്തായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അതാണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ മിസ് ഇവിടെ പറഞ്ഞു. വീറ്റ്, ബാർലി, ഗ്രാം, മസ്റ്റാർഡ്, പൊട്ടാറ്റോ ആയിരിക്കും ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വിന്റർ ക്രോപ്സ് എന്ന് പറയുന്നത് ആരാണ്? റാബി ക്രോപ്സ്. ക്ലിയർ ആയില്ലേ? എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? സോ ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിക്കുക. പിന്നെ എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് റാബി ക്രോപ്പ് ഈസ് ഓവർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് സായിദ് ക്രോപ്പ്, അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും സമ്മർ സീസൺ ക്രോപ്സ്. ഓക്കെ, റെയിനി സീസൺ പഠിച്ചു, അതാന്ന് പറയുന്നത് ഏതായിരുന്നു? ഖാരിഫ് ക്രോപ്സ്. രണ്ടാമത്തെ ഏതായിരുന്നു? വിന്റർ സീസണിലുള്ളതായിരുന്നു ഏതെന്ന് പറയുന്നത്? റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? സമ്മർ സീസൺ ക്രോപ്സ് എന്ന് പറയുന്നത്.
അതാണ് ഏത് വെറൈറ്റീസ് എന്ന് പറയുന്നത്? സീസണൽ ഫ്രൂട്ട്സ്, ചില സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത്? സൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്, സമ്മർ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാനായിട്ട് സാധിക്കും അവർ മെയിനായിട്ടും വളരുന്ന സീസൺ ഏതാണ്? സമ്മർ സീസൺ ആയിരിക്കും. ദെൻ അവിടെ വേണ്ട അല്ലെങ്കിൽ അവിടെ വേണ്ട വെതർ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാം ആൻഡ് ഡ്രൈ വെതർ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് ചൂടും ഡ്രൈ ആയിട്ടുള്ളൊരു ചൂടുള്ള കണ്ടീഷൻ ആയിരിക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസിനും ഒക്കെ, സീസണൽ ഫ്രൂട്ട്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി അവരെ എപ്പോഴാണ് നമ്മൾ നടുന്നത്? മാർച്ച് ഒക്കെ സമയത്തായിരിക്കും നമ്മൾ വിത്ത് വിതയ്ക്കുന്നത്. ദെൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം എപ്പോഴായിരിക്കും? ജൂണിലായിരിക്കും. ഓക്കെ, സോ മാർച്ചിൽ സോൺ ചെയ്യുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം എപ്പോഴാണ്? ജൂണിലായിരിക്കും. സോ അതാണ് മൂന്നാമതായിട്ടുള്ള സൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത്? സീസണൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ഖാരിഫ് ക്രോപ്സ്, ദെൻ റാബി ക്രോപ്സ്, ദെൻ സൈഡ് ക്രോപ്സ്. ഓക്കെ, ഇത് മൂന്നും ക്ലിയർ ആയിട്ടുള്ളവർ ഒരു ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണോ? യെസ്, ഓക്കെ. സോ നമ്മളിപ്പോൾ 3 ക്രോപ്സിനെ പറ്റി പഠിച്ചു. അപ്പം ആദ്യം നമ്മൾ എന്താ ക്രോപ്സ് എന്ന് നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രോപ്സിന്റെ സീസൺസ് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഒരു അഗ്രികൾച്ചർ തുടങ്ങണമെങ്കിൽ മിസ് പറഞ്ഞിരുന്നു. ചുമ്മാ ഒരു ലാൻഡിൽ പോയിട്ട് 2 വിത്ത് നട്ടാൽ അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുമോ? ഇല്ല. അതിനെന്ത് വേണം? അതിന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തി എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളുണ്ട് ഇതിന് മുന്നിലായിട്ട്. സോ നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദാറ്റ് crop production management, basic agricultural practice of crop production. ഇനി അഗ്രികൾച്ചറൽ പ്രാക്ടീസിന് വേണ്ട അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രാക്ടീസിന് വേണ്ട ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളാണ് മിസ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഏറ്റവും വളരെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? സോയിങ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ദെൻ 4 ഇറിഗേഷൻ ആണ്. 5 എന്ന് പറയുന്നത് ഹാർവെസ്റ്റിംഗ്. ആൻഡ് ലാസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, അതായത് ഉഴുതുമറിക്കുക. നമുക്കറിയാം കൃഷിക്ക് മുൻപും കൃഷിക്ക് ശേഷവും എന്ത് ചെയ്യണം? നമ്മുടെ കൾട്ടിവേഷൻ ഫീൽഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വലിയ ഫാർമേഴ്സുകളൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നെല്ല് നടാനായിട്ടും അതുപോലെ തന്നെ വീറ്റ് കൾട്ടിവേഷനും അങ്ങനെയുള്ള വലിയ ക്രോപ്സുകളുടെയൊക്കെ കൾട്ടിവേഷൻ നടക്കണമെങ്കിൽ അഗ്രികൾച്ചറിന് ശേഷവും മുൻപും ഒക്കെ ആയിട്ട് കൾട്ടിവേഷൻ ഫീൽഡ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പ്ലോയിങ്, അതായത് എന്താണ്? ഉഴുതുമറിക്കുന്നത്. അതുപോലെ തന്നെ ലെവലിങ്, ഉഴുതുമറിച്ച് മണ്ണൊക്കെ നല്ല കട്ടയായിട്ട് കിടക്കുന്ന മണ്ണൊക്കെ ലെവൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൊണ്ടുണ്ട്. അതാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഒരു ലെവലർ എന്ന് പറയുന്ന മെഷീനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. സോ പ്ലോയിങ്ങും ലെവലിങ്ങും ആണ് ഏതെന്ന് പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് സോയിലിൽ വരുന്ന 2 പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് നടുന്നത് അല്ലേ? സോയിങ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റർ കാണും നമുക്ക് സോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സീഡ് ഡ്രില്ലുകൾ ഉപയോഗിച്ചായിരിക്കും ഏതെന്ന് പറയുന്നത്? സോയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, വിത്ത് വിതയ്ക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ കർഷകൻ തന്നെ വിത്തിങ്ങനെ വിതറി വിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എന്താണ്? സീഡ് ഡ്രിൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്. ആ എക്യുപ്മെന്റ് വെച്ചിട്ട് എന്താണ്? കറക്റ്റ് ഡിസ്റ്റൻസിൽ, പ്രോപ്പർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വിത്ത് ഇങ്ങനെ നട്ട് പോകും. എന്നിട്ട് കറക്റ്റ് ആ സോയിലെല്ലാം അതിലിങ്ങനെ മൂടി കിടന്നോളും. ഓക്കെ, സോ അതാണ് സീഡ് ഡ്രിൽ ഉപയോഗിച്ചുള്ള സോയിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? അപ്പം നന്നായിട്ട് ഉഴുതുമറിച്ചു, അതിൽ നമ്മൾ വിത്തിട്ടു. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് എന്തായിരിക്കും? അതിന് വളരണമെങ്കിൽ നമ്മൾ ഇച്ചിരിയൊക്കെ എന്തിട്ട് കൊടുക്കണം? ഇച്ചിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്താണ് ഫെർട്ടിലൈസേഴ്സോ ബയോ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ ഒന്ന് ഇട്ട് നമുക്ക് കൊടുക്കണം അല്ലേ? സോ അതാണ് പറഞ്ഞേക്കുന്നത് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, കമ്പോസ്റ്റോ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ്സിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിഗേഷൻ അല്ലേ? ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഫെസിലിറ്റീസ് അല്ലേ? അപ്പം വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. ഈ പറഞ്ഞ മാനുവറും ഫെർട്ടിലൈസറും ഒക്കെ നല്ല രീതിയിൽ സോയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വാട്ടർ നമ്മൾ
കൊടുക്കണം, പ്ലാന്റ്സിന് വേണ്ട രീതിയിൽ വാട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് ഇറിഗേഷൻ ഫെസിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മുടെ വിത്ത് അങ്ങ് മുളച്ച് നല്ല മിടുക്കനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് കിട്ടി, അതിൽ നിന്ന് നല്ല നല്ല ക്രോപ്പ് പ്രൊഡക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, നല്ല നല്ല ക്രോപ്സുകളൊക്കെ ഉണ്ടായി തുടങ്ങും. നമ്മൾ എന്ത് ചെയ്യും, പയ്യെ അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ മെച്യൂർ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റോറേജ് ആയിരിക്കും. ഓക്കെ, സ്റ്റോറേജ് ആണ് ഇതിനിടയിലുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റും കൂടെ ഉണ്ട്, മിസ് വിട്ടുപോയതാണ്, വീഡിങ് എന്ന് പറയുന്നതും ഉണ്ട് കേട്ടോ. ഹാർവെസ്റ്റിങ്ങിന് മുൻപാണ്. അഞ്ചാമതായിട്ട് ഇവിടെ ഒരു പോയിന്റും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് വീഡിങ്, അല്ലെങ്കിൽ നമുക്ക് പറയാം വീഡ് കൺട്രോൾ. എന്താ മക്കളെ വീഡ് എന്ന് പറഞ്ഞാൽ? വീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീഡ്സ്. സോ വീഡ്സ് ആർ യുനോ കളകൾ. ഓക്കെ, കളകളിനെയാണ് നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ കാണത്തില്ല പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട്, അത് ചെടികൾക്ക് ശല്യമായിരിക്കും, നല്ല പ്ലാന്റ്സിനൊക്കെ അത് ശല്യമായി പോകും. അപ്പം എന്താണ്, അതിനെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രോത്തിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീഡിസൈഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, 2,4-D എന്നൊക്കെ പറയുന്ന വീഡിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അതാണ് വീഡിങ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഹാർവെസ്റ്റിംഗ്, ദെൻ ടു വാട്ട്, സ്റ്റോറേജ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ നല്ല ക്ലീൻ പ്ലേസിൽ, ഡ്രൈയോ അല്ലെങ്കിൽ കൂളായിട്ടുള്ള പ്ലേസുകളിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈസൊക്കെ, ചില ഇനം റൈസൊക്കെ ചില സമയത്തൊക്കെ കിട്ടാതായി പോകും. അപ്പം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ നമുക്കത് എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സോ അതാണ് സ്റ്റോറേജ് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസിൽ വേണ്ട സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്? ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. കൃഷിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ? ഓക്കെ, സോ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ്, മിസ് പറഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അഗ്രികൾച്ചറിൽ ഏറ്റവും വേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ദ ടേണിംഗ് സോയിൽ ആൻഡ് ലൂസനിങ് ഇറ്റ്. വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ? നന്നായിട്ട് സോയിലിനെ ഉഴുതുമറിക്കുക, ലൂസൺ ചെയ്യുക, അതുപോലെ നന്നായിട്ട് ടേൺ ചെയ്ത് സോയിലിനെ നന്നായിട്ട് ഉഴുതുമറിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് അലൗസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ദ സോയിൽ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉഴുതുമറിക്കുന്നത്? ചെടികളുടെ വേര് നന്നായിട്ട് മണ്ണിലേക്ക് ഇറങ്ങിയാലേ നന്നായിട്ട് ആ ചെടികൾ വളരത്തുള്ളൂ, അല്ലേ? സോ വാട്ട് ഈസ് ദ എയിം ഓഫ് ദാറ്റ് ലൂസനിങ് ഓഫ് സോയിൽ? ഇറ്റ് അലൗസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഓക്കെ, സോയിലിലേക്ക് നല്ല രീതിയിൽ ആഴ്ന്ന് റൂട്ട് ഇറങ്ങിയാലേ പ്ലാന്റ്സ് നന്നായിട്ട് വളരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സോയിൽസിന് നമ്മൾ ലൂസൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ അക്കോർഡിംഗ് ടു പ്രിപ്പറേഷൻ ഓഫ് സോയിൽ അതിൽ വരുന്ന രണ്ട് പ്രോസസ്സുകളാണ്. ഒന്നെന്ന് പറയുന്നതാണ് പ്ലോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്, ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലോയിങ് ആൻഡ് ലെവലിംഗ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് പ്ലോയിങ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം ടില്ലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, എന്താണ് പ്ലോയിങ് എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് ലൂസനിങ് ആൻഡ് ടേണിംഗ് ഓഫ് സോയിൽ. ഇപ്പം പറഞ്ഞ പോയിന്റ് തന്നെ, ഉഴുതുമറിക്കുക എന്നതാണ് പ്ലോയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോയിലിനെ നല്ല രീതിയിൽ അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ച് ലൂസൺ ചെയ്യിപ്പിക്കുകയാണ് പ്ലോയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. ഇവിടെ കണ്ടോ ഓരോ ഹാരോ അതുപോലെ തന്നെ ചിലപ്പം എന്താണ് പശുവിനെ കൊണ്ടോ ഒക്കെ എന്താണ് ആ ഒരു നിലം ഉഴുതുമറിക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഏതെന്ന് പറയുന്നത്, പ്ലോയിങ് അല്ലെങ്കിൽ ടില്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ലൂസൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സോയിൽ. ദെൻ സോയിൽ ഈസ് ഓവർടേൺഡ് ആൻഡ് പ്രോപ്പർലി എയറേറ്റഡ് ആകുന്നു. അതായത് എയർ സ്പേസസ് ഒക്കെ വരുമ്പോഴത്തേക്കും സോയിൽ എന്താണ്, പ്ലാന്റ്സിനും വേണ്ടേ എയർ സ്പേസസ് ഒക്കെ. സോ അങ്ങനെ ഉഴുതുമറിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? എയറേറ്റഡ് ആകുന്നു സോയിൽ എന്ന് പറയുന്നത്. ദെൻ അലോസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പർ ഈസിലി. സോ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു? അതായത് റൂട്ട്സുകളൊക്കെ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് സോയിലിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലോയിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ലെവലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സോയിൽ ക്രംസ് ആൻഡ് ബ്രോക്കൺ ആർ ലെവൽഡ്. ഓക്കെ, അതായത് കട്ട പിടിച്ച സോയിലുകളൊക്കെ ബ്രോക്കൺ ചെയ്ത് അതിനെ ലെവൽ ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്താണ്, ലെവൽ ചെയ്യുകയാണ്. ഫാർമേഴ്സ് അതിനെ ലെവൽ ചെയ്യുന്നു. അങ്ങനെ ആ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ എക്യുപ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ്
ലെവലർ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നെങ്കിൽ വുഡ് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അയൺ വെച്ചിട്ടായിരിക്കും ലെവലർ എന്ന് പറയുന്ന ആ ഒരു അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. Then it is a flat 1.8 to 2 meter iron or wooden plank with a log to put a weight on it. അപ്പോൾ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ലെവലർ എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ എന്ത് വെച്ചിട്ടായിരിക്കും? വുഡ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അയൺ വെച്ചിട്ടായിരിക്കാം എന്ന് അത്രമാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. സോ ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ലെവലിംഗ്? ലെവലിംഗിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ദിസ് പ്രാക്ടീസ് സ്മൂത്തേൺസ് ദ സോയിൽ സർഫസ്. സോയിൽ സർഫസിനെയൊക്കെ സ്മൂത്തൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ ഹെൽപ്പ് ഇൻ സോയിങ് സീഡ്സ് ആൻഡ് ഇറിഗേഷൻ. അതായത് എന്താണ്? ലെവലിംഗിലൂടെ പെട്ടെന്ന് വിത്ത് വിതയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ എളുപ്പമായിട്ടുള്ള രീതിയിൽ സോയിൽ അബ്സോർബ് ചെയ്യാനായിട്ടൊക്കെ ഈ ലെവലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം സോയിൽ പ്രിപ്പറേഷന്റെ 2 കാര്യങ്ങൾ പറഞ്ഞു, പ്ലോയിങ്ങും അതുപോലെ തന്നെ ലെവലിംഗും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു മിസ് പറഞ്ഞത്? സോയിങ് ആണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? സോയിങ് ആണ്. ഓക്കെ, സോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റിങ് ഓഫ് സീഡ് അല്ലെ, നമ്മൾ ഒരു സീഡിനെ നടുകയാണ് ചെയ്യുന്നത്. സോ പ്ലാന്റിങ് ഓഫ് സീഡ് ഓഫ് എ ക്രോപ്പ് ഇൻ ദ സോയിൽ ബിഫോർ സോയിങ്. ഓക്കെ, ക്രോപ്പ് ഇൻ ദ സോയിൽ, അതായത് സോയിലിൽ നമ്മൾ പ്ലാന്റ് നടുന്നതിനെ പേരാണ് സോയിങ് എന്ന് പറയുന്നത്. ആ സോയിങ്ങിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്? സോയിങ്ങിന് മുമ്പ് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒരു വിത്ത് നടുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ ഒരു വിത്ത് കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? ഒന്ന് ഗസ് ചെയ്തേ, ഒന്ന് പറഞ്ഞേ, ആൻസർ പറഞ്ഞേ, കമന്റ് ബോക്സിലൂടെ ഒന്ന് പറഞ്ഞേ. യെസ്, സീഡിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കണം അല്ലേ? അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സീഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. നമുക്കറിയാം, ഒരു ഡാമേജ്ഡ് സീഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകാം, അല്ലെങ്കിൽ ഫാർമേഴ്സിന് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? നമ്മളൊരു നല്ല സീഡും ഒരു ഡാമേജ്ഡ് സീഡും വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല സീഡ് എന്ന് പറയുന്നത് ഇച്ചിരി ഹെവിയർ ആയിരിക്കും ഡാമേജ് സീഡിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. കാരണം എന്താണ്? ഡാമേജ്ഡ് സീഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പുഴു കടിച്ചതോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. സോ അതിങ്ങനെ തുറന്ന് അകം ഇങ്ങനെ പൊള്ളയാക്കി വെച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, ഹോളോ ആയിട്ടായിരിക്കും ആ ഒരു ഡാമേജ്ഡ് സീഡിന്റെ അകം ഇൻസൈഡ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സീഡ് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ സോയിങ് പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹിയർ സെലക്ഷൻ ഓഫ് സീഡ്. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആർ ഹെവിയർ ദാൻ ഡാമേജ്ഡ് സീഡ്സ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള സീഡിന്റെ വെയിറ്റ് അല്ലെങ്കിൽ നല്ല ഹെവിയർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആസ് കമ്പയർഡ് ടു ഡാമേജ് സീഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡാമേജ്ഡ് സീഡ്സ് ബിക്കം ഹോളോ. ഓക്കെ, ഡാമേജ്ഡ് സീഡ്സിന് അകത്തൊന്നും ഇല്ലല്ലോ, ഹോളോ ആയിരിക്കും, പൊള്ളയായിരിക്കും, ദെൻ ലൈറ്റർ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. സീഡ് ഷുഡ് ബി ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഫ്രീ ഫ്രം ഇൻസെക്ട്സ്, പെസ്റ്റ്. അപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്താണ്? ഹൈ ഈൽഡ് പ്രൊഡക്ഷൻ ഉള്ള സീഡ്സുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പെസ്റ്റ് ഫ്രീ ആയിട്ടുള്ളത്, ഡിസീസ് ഫ്രീ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ എന്താണ്? ഫ്രീ ഫ്രം ഇൻസെക്ട്. ഇതിൽ നിന്നെല്ലാം എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ആ ഒരു ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ ഓഫ് സീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോയിങ്ങിൽ വരുന്ന ഒരു കാര്യം മെയിൻ ആയിട്ട് ഓർക്കേണ്ടതാണ്. സോ സോയിങ് ദ സീഡ്സ് എന്ന് പറയുന്നത് മിസ് ഓൾറെഡി പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റർ കാണും, ഇതുപോലൊരു ആള് കാണും, ഒരു ഫാർമർ കാണും അത് സീഡിങ്ങിനെ സോയിങ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്? നമ്മളൊരു സീഡ് ഡ്രിൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞതാണ് സീഡ് ഡ്രിൽ എന്ന് പറയുന്നത്. എന്താണ് സീഡ് ഡ്രില്ല്? സീഡ്സ് ആർ സോൺ യൂണിഫോംലി അറ്റ് പ്രോപ്പർ ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത്. അതായത് ഒരു ബ്രോഡ്കാസ്റ്റർ വിത്ത് വിതയ്ക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസുകളൊക്കെ ഉണ്ട്. ഒന്നുകിൽ ടൈം ആകാം, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും നല്ല രീതിയിൽ സീഡ് മണ്ണ് മൂടി കിടക്കണമെന്നില്ല അല്ലേ? അങ്ങനെ ആകുമ്പോഴത്തേക്കും സീഡെല്ലാം നശിച്ചു പോകും. സോ അക്കോർഡിംഗ് ടു എ ബ്രോഡ്കാസ്റ്റർ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതായിരിക്കും നല്ലത്? സീഡ് ഡ്രില്ലായിരിക്കും. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ കൾട്ടിവേഷൻ ഫീൽഡിൽ സീഡ് ഡ്രില്ലൊക്കെ ആയിരിക്കും. സീഡ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്തിനു സഹായിക്കുന്നു? സീഡ്സ് ആർ ഡ്രോൺ സോൺ യൂണിഫോംലി അറ്റ് പ്രോപ്പർ ഡിസ്റ്റൻസ്. ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിൽ കറക്റ്റ് യൂണിഫോംലി ആയിട്ട് അവരെ ഇങ്ങനെ സീഡ് സോൺ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് സീഡ് ഡ്രിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഒരു പാത്താണെങ്കിൽ ആ പാത്തിലൂടെ തന്നെ അതിങ്ങനെ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ
സീഡ്സുകൾ ഇട്ടിട്ട് പോവുകയും അതുപോലെ തന്നെ ഒരു പ്ലസ് പോയിന്റും കൂടെയാണ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ സീഡ്സ് ഗെറ്റ് കവേർഡ് ബൈ ദ സോയിൽ ആഫ്റ്റർ സോയിങ്. ഓക്കെ, സോയിങ് കഴിഞ്ഞതിന് ശേഷം ഒരു വിത്തിൽ മണ്ണ് മൂടി കിടക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ ആ ഒരു മണ്ണ് മൂടി കിടക്കാനായിട്ടും ഈ ഒരു സീഡ് ഡ്രില്ല് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാർമറാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഫാർമർ പിന്നെയും പോയിട്ട് ചെക്ക് ചെയ്ത് ഒന്നുകൂടെയൊക്കെ റെഡിയാക്കണം. ഓക്കെ, അതിലും എളുപ്പമുള്ളത് ഏതായിരിക്കും? ഈ സീഡ് ഡ്രിൽ ഉപയോഗിച്ചുള്ള കൾട്ടിവേഷൻ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോയിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ പിള്ളേരെ? മാനുവർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാച്ചുറലി കിട്ടുന്നതാണ് മാനുവർ എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ, ഒന്നെങ്കിൽ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസിഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് പ്ലാന്റ്സിൻ്റെയോ ആനിമൽസിൻ്റെയോ ഒക്കെ വേസ്റ്റ് മൂലം അതിലൂടെ കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ സോയിൽ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, മാനുവർ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പോസ്റ്റുകൾ, കൗഡങ് കമ്പോസ്റ്റ്, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, ഇതൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മാൻമെയ്ഡ് തിങ് ആണ്. ഓക്കെ, കെമിക്കലി അല്ലെങ്കിൽ ബയോളജിക്കലി അതൊരു മാൻമെയ്ഡ് കൈൻഡ് ഓഫ് തിങ് ആണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ, ദ ഡെഫിഷ്യൻസി ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് ഓർ ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ ഈസ് മെയ്ഡ് ബൈ ആഡിങ് മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സോയിലിൽ എന്തെങ്കിലും ഒരു ന്യൂട്രിയൻസ് ഒക്കെ കുറവാണെന്ന് കണ്ടാൽ, മെയിനായിട്ടും വേണ്ട ന്യൂട്രിയൻസ് ആണ് സോയിലിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ അതിൻ്റെയൊക്കെ അളവ് മണ്ണിൽ കുറവാണെന്ന് കണ്ടാൽ ചെടികൾ നന്നായിട്ട് വളരുമോ പിള്ളേരെ? ഇല്ല അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോഴത്തേക്കും സോയിലിൽ വേണ്ട രീതിയിൽ ന്യൂട്രിയൻസ്, ഓർഗാനിക് മാറ്റർ ഒന്നും ഇല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ആ ഒരു ഗ്രോത്ത് നിൽക്കുകയും ചെയ്യും, നന്നായിട്ടൊന്നും ക്രോപ്പ് പ്രൊഡക്ഷൻ നടക്കുകയില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹിയർ ബോത്ത് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ ആർ മേജർ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ യൂസ്ഡ് ഇൻ ക്രോപ്പ് പ്രൊഡക്ഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ട ഒരു കാര്യമാണ് അവർ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഇപ്പം നമുക്കാണെങ്കിൽ പോലും നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വീക്ക് ആവത്തില്ലേ? ഇല്ലേ പിള്ളേരെ? സോ നമ്മൾ വീക്ക് ആവുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുക? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെയാണ് പ്ലാന്റിന്റെ കേസിലും. പ്ലാന്റിനും എന്ത് വേണം? ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ വളരാം. അതാണ് പ്ലാന്റിന്റെ ഡിമാൻഡ്. ഓക്കെ, സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് നന്നായിട്ട് വളരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ വൺ ബൈ വൺ. മാനുവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുവേഴ്സ് ആർ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്. നാച്ചുറൽ ആയിട്ട് നമ്മൾ കിട്ടുന്ന ഫെർട്ടിലൈസറുകളെയാണ് മാനുവേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ബൾക്കി സോഴ്സ് ഓഫ് ഓർഗാനിക് മാറ്റർ വിച്ച് സപ്ലൈ ന്യൂട്രിയൻസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആൻഡ് ഓർഗാനിക് മാറ്റർ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവരെന്താണ്? സ്മോൾ ക്വാണ്ടിറ്റീസിൽ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യും, ലാർജ് ക്വാണ്ടിറ്റീസിൽ ഓർഗാനിക് മാറ്റർ, മിസ് ഓൾറെഡി പറഞ്ഞു, ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നടന്നു കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം സോയിൽ വലിച്ചെടുക്കും അല്ലേ. എങ്ങനെയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത്? അതായത് എന്തെങ്കിലും ചെടികളൊക്കെ ചത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ ചത്ത് ചെയ്യുകയോ അതിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി വേസ്റ്റിൽ നിന്നൊക്കെ ഇത് അഴുകി മണ്ണിനോട് ബാക്ടീരിയ വന്ന് ബാക്ടീരിയയുടെ ആക്ഷൻ മൂലം ഇവ അവിടെ ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം പ്ലാന്റ്സ് വലിച്ചെടുത്ത് സോയിൽ വലിച്ചെടുത്ത് സോയിലിൽ നിന്ന് പ്ലാന്റ്സ് അത് എടുക്കും. ഓക്കെ, സോ അതാണ് ഏതെന്ന് പറയുന്ന ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. സോ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് മാനുവേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിലായിരിക്കും. പക്ഷേ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റീസിലുമായിരിക്കും. മാനുവേഴ്സ് ആർ പ്രിപ്പയർഡ് ബൈ ഡീകമ്പോസ്ഡ് ആനിമൽ എക്സ്ക്രീറ്റ് ആൻഡ് പ്ലാന്റ് വേസ്റ്റ്. മീൻസ് ഓൾറെഡി പറഞ്ഞു, ഡീകമ്പോസിഷൻ വഴിയായിരിക്കും, ഒന്നെങ്കിൽ ആനിമൽ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് വേസ്റ്റുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് മാനുവർ ഒക്കെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള മാനുവേഴ്സ് ഏതൊക്കെയാണ്? മാനുവേഴ്സ് ഇൻക്ലൂഡ്സ്, എല്ലാത്തിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ഫാം യാർഡ് മാനുവർ, FYM, കമ്പോസ്റ്റ്, ഗ്രീൻ മാനുവേഴ്സ്. ഗ്രീൻ മാനുവർ എന്ന് പറഞ്ഞാൽ കുറേ ചെടികളിലൊക്കെ പച്ച സ്റ്റെം, ലീഫ് ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഗ്രീൻ മാനുവേഴ്സ് കാണും. ദെൻ വെർമി കമ്പോസ്റ്റ്, ഓക്കെ, മണ്ണിര കമ്പോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇതൊക്കെയാണ് ഏത് മാനുവേഴ്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് പ്ലാന്റ് ന്യൂട്രിയൻസ്. പ്ലാന്റ്സിന് വേണ്ട നല്ല രീതിയിൽ ന്യൂട്രിയൻസ് തരുന്ന ആളാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യലി മാനുഫാക്ചർഡ് യൂസിങ് കെമിക്കൽസ്. മോസ്റ്റ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഫെർട്ടിലൈസറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ബെസ്റ്റ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് NPK ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. എക്സാമിനൊക്കെ ചോദിക്കുമായിരിക്കും, വാട്ട് ഡു യു നോ അബൌട്ട് NPK? N ഫോർ നൈട്രജൻ, P ഫോർ ഫോസ്ഫറസ് ആൻഡ് K ഫോർ
potassium. Okay, so that is here nitrogen, phosphorus, potassium, NPK fertilizers എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. ഓക്കെ, അപ്പം ഫെർട്ടിലൈസറിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ NPK ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ they are used for good vegetative growth. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്? പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത്. വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ സ്റ്റെമ്മോ ലീഫോ അങ്ങനെയുള്ള ഫ്ലവറോ, അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു NPK ഫെർട്ടിലൈസേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ they are used for good vegetative growth. That means growth of leaves, branches, stem, etc. Giving rise to healthy plants. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ഫീൽഡിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്നു ഏത് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ they are nutrient specific ആയിരിക്കും. അവരുടെ കയ്യിൽ നല്ല എൻറിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും ഫെർട്ടിലൈസേഴ്സിൽ. ദെൻ അവർക്ക് ആ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ മതി. ഓക്കെ, വാരി വിതറി അങ്ങ് ഇടേണ്ട ആവശ്യമില്ല, വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ മതി ഏത് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. they are water soluble. അവരെങ്ങനെയുള്ളതായിരിക്കും? വാട്ടർ സോലുബിൾ ആയിരിക്കും. സോ നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് അത് അബ്സോർബ് ചെയ്യും, അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി മതി, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും പ്ലാന്റ്. Okay, so according to fertilizers, you have to understand what do you know about biofertilizers. ബയോഫെർട്ടിലൈസേഴ്സിന് മുൻപ് ഫെർട്ടിലൈസേഴ്സിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ഗ്രൂപ്പ്സ് ആയിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്. നൈട്രോജനസ് ഫെർട്ടിലൈസർ, ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ, പൊട്ടാസ്യം ഫെർട്ടിലൈസർ, കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്. ഇതാണ് 4 ഗ്രൂപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നൈട്രോജനസ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഹൈ എമൗണ്ട് ഓഫ് നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ് നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പം മക്കളെ? എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്ത്, എന്തായിരിക്കും ഫോസ്ഫാറ്റിക് എന്ന് പറഞ്ഞാൽ? ഫോസ്ഫേറ്റിന്റെ എന്താണ് എമൗണ്ട് കൂടുതലായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ളത്. ദെൻ ഇവിടെ എന്താണ് കോംപ്ലക്സ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്? അതായത് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ അല്ലെങ്കിൽ 2ൽ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസറുകളെ നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. 2 or more than nutrients when a fertilizer contain at least. ഓക്കെ, 2ഓ അതിലധികമോ ഫെർട്ടിലൈസറുകൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫെർട്ടിലൈസേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ബയോഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഓർഗാനിസം വിച്ച് എൻറിച്ച് ദ സോയിൽ വിത്ത് ന്യൂട്രിയൻസ്. ഓക്കെ, അതായത് ഓർഗാനിസം, ദാറ്റ് മീൻസ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗസ് എന്നിങ്ങനെയുള്ളതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബയോഫെർട്ടിലൈസേഴ്സ് എന്തിനു സഹായിക്കുന്നു? ന്യൂട്രിയൻസ് ഒക്കെ സോയിലിലേക്ക് ഒത്തിരി പ്രൊവൈഡ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയുള്ളതാണ് ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അവർ റെന്യൂബിൾ ആണ്, അതുപോലെ തന്നെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് പ്ലാന്റ്സിൽ. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ആർ ദ പ്ലസ് പോയിന്റ്സ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ്. ദെൻ നൈട്രജൻ ഫിക്സിംഗ് മൈക്രോ ഓർഗാനിസം. നൈട്രജൻ ഫിക്സിംഗ് മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള നോൺ സിംബയോട്ടിക്, അതുപോലെ തന്നെ സിംബയോട്ടിക് സൈനോ ബാക്ടീരിയ, ഫോസ്ഫാറ്റിക്, സോലുബിലൈസിംഗ് മൈക്രോ ഓർഗാനിസം. സോ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ. അതായത് നോൺ സിംബയോട്ടിക് ആയിട്ടുള്ളതും സിംബയോട്ടിക് ആയിട്ടുള്ളത്, അതായത് ഒരാൾക്കാരുമായിട്ട് ഒരു റിലേഷൻ ഉള്ളതും അതുപോലെ തന്നെ വേറെ ഓർഗാനിസമായിട്ട് റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ. നോൺ സിംബയോട്ടിക് ആണ് സിംബയോട്ടിക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് സൈനോ ബാക്ടീരിയ ആൻഡ് ഫോസ്ഫേറ്റ് സോലുബിലൈസിംഗ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്? മെയിൻ ടൈപ്പ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും. ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇനി എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? റൈസോബിയം കൾച്ചേഴ്സ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ബയോഫെർട്ടിലൈസറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുമ്പോൾ സച്ചാസ് അനബിന, അതുപോലെ തന്നെ നൊസ്റ്റോക്ക് എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ബയോഫെർട്ടിലൈസേഴ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ബയോഫെർട്ടിലൈസേഴ്സിനെ കൊണ്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ എന്താണ് അഗ്രികൾച്ചറിൻ്റെ ഫസ്റ്റ് പഠിച്ചത് ഏതായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, ദെൻ പഠിച്ചു സോയിങ് പഠിച്ചു, ദെൻ മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ പറഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്
ഇറിഗേഷൻ എന്ന് പറയുന്നത്. വിത്ത് നട്ടു, ഇനി നമ്മൾ എന്ത് കൊടുക്കുക? വെള്ളം കൊടുക്കുക അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കത്തില്ലേ? അപ്പൊ പ്ലാന്റ്സിനും വേണ്ടേ വിത്ത് നട്ട് കഴിഞ്ഞിട്ട്? സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. Process of supplying water to crop plants growing in the field by means of canals, reservoir, wells, tube wells. Okay, കനാൽസിൽ നിന്നോ റിസർവയറിൽ നിന്നോ വെൽസിൽ നിന്നോ ട്യൂബ് വെൽസിൽ നിന്നോ എവിടെ നിന്നെങ്കിലും വാട്ടർ ഫെസിലിറ്റീസ് കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? ക്രോപ്പ് കൾട്ടിവേഷൻ ഫീൽഡിലേക്ക് നമ്മൾ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇറിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ എല്ലാ ഇറിഗേഷൻ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇനി എന്താണ് ഈ ഇറിഗേഷൻ പ്രോസസ്സിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇൻ അഗ്രികൾച്ചർ ഇറിഗേഷൻ ഫുൾഫിൽസ് റിക്വയർമെന്റ്സ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ് ആർ ഇറിഗേഷൻ സപ്ലൈസ് ടു എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻസ്. ഇറിഗേഷനിലൂടെ നമുക്ക് കിട്ടുന്ന 2 മാക്രോ ന്യൂട്രിയൻസ് ആണ്, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാ അപ്പൊ അങ്ങനെ ശരിയാവുന്നത്? ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ആണെന്ന് മിസ് പറഞ്ഞല്ലോ. സോ വാട്ടറിന്റെ ഫോർമുല എന്താ പിള്ളേരെ? H2O അല്ലെ? H2O എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്താണ്? H ഫോർ ഹൈഡ്രജൻ, O ഫോർ ഓക്സിജൻ അല്ലെ? അപ്പൊ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്, ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്ലാന്റ്സിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ്. സോ വാട്ടറിൽ നിന്ന് കിട്ടുന്ന 2 ന്യൂട്രിയൻസ് ആണ്, മാക്രോ ന്യൂട്രിയൻസ് ആണ് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത്. അപ്പം ഇറിഗേഷൻ ഫെസിലിറ്റീസിലൂടെ പ്ലാന്റ്സിന് 2 മാക്രോ ന്യൂട്രിയൻസ് കിട്ടി, പ്ലാന്റ്സിന്റെ വളർച്ച നല്ലതാകത്തില്ലേ? സോ അതാണ് 1 പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് മോയ്സ്ചർ ടു ദ സോയിൽ. സോയിൽ കണ്ടന്റിൽ നല്ല മോയ്സ്ചേർഡ് ആകാനായിട്ട് സഹായിക്കുന്നു. വിച്ച് ഹെൽപ്സ് ദ ജെർമിനേഷൻ ഓഫ് സീഡ്. മോയ്സ്ചർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സീഡ്സിന് വളരാനായിട്ട് ഒരു മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ വേണ്ടത്? അപ്പൊ ജെർമിനേഷൻ ഓഫ് സീഡ് പയ്യെ വളരാനായിട്ട് സഹായിക്കുന്നു, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. അതായത് നമ്മളിപ്പം മാനുവറും അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഇതെല്ലാം മണ്ണിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. സോ ത്രൂ ദ ഇറിഗേഷൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ അബ്സോർബിങ് ന്യൂട്രിയൻസ് ബൈ ദി റൂട്ട്സ് of the crop plants from the soil. ഓക്കെ, സോ ഇതൊക്കെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇറിഗേഷന്റെ ഒരു മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിന് നമുക്ക് എപ്പോഴും വെള്ളം വേണ്ടതാണ് അല്ലേ? അപ്പം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഡ്രൈ ആയി പോകും അല്ലെ, വരണ്ടു പോകും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പറയുന്നത്. ദെൻ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. അത്യാവശ്യം മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ രീതിയിൽ മോട്ട് അതുപോലെ തന്നെ എന്താണ് ചെയിൻ വെച്ചിട്ടൊക്കെ ആയിരുന്നു എന്താണ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ് കൂടുതൽ ഫാർമേഴ്സ് യൂസ് ചെയ്യുന്നത്? മോഡേൺ മെത്തേഡ്സ് ആണ്. മോഡേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡ്രിപ്പ് ഇറിഗേഷൻ. അതായത് ക്രോപ്പ് കൾട്ടിവേഷൻ ഫീൽഡിൽ ക്രോപ്സിന്റെ അവിടെയായിട്ട്, അതായത് എന്താണ് ചെടികളുടെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ പൈപ്പിലൂടെ എന്തുണ്ട്? ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസിലൂടെ എന്താണ് ഡ്രിപ്പ് അല്ലെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റായിട്ട് റൂട്ട്സിന്റെ ഏരിയയിൽ അവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഏതെന്ന് പറയുന്നത്? ഫസ്റ്റ് മോഡേൺ മെത്തേഡ് ഓഫ് ഇറിഗേഷനിലെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ വാട്ടർ ഫോൾസ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഡയറക്ട്ലി നിയർ ദ റൂട്ട്സ്. നോക്കിക്കേ, റൂട്ട്സിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കണക്ഷൻ വെച്ചിരിക്കുന്നത്. സോ നിയർ ദ റൂട്ട്സ് ഓഫ് ദി ക്രോപ്പിന്റെ റൂട്ട്സിന്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ വെള്ളം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതിനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് വാട്ടർ അറ്റ് ഓൾ. അപ്പൊ ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ആകുമ്പോഴത്തേക്കും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തിരി വാട്ടർ ഒന്നും വേസ്റ്റേജ് ഒന്നും സംഭവിക്കത്തില്ല, ആവശ്യത്തിനുള്ളത് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിംഗ്ലർ സിസ്റ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു നോസിലുണ്ട്. ഈ നോസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? എല്ലാ പ്ലാന്റ്സിലേക്കും ഒരുപോലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു കീപ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെയാണ് ഒരു നോസിൽ എന്ന് പറയുന്നത്, കുറച്ച് ഒരു ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ മാറിയിട്ടായിരിക്കും അടുത്ത നോസിൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറച്ച് ക്രോപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇത്രയും ഭാഗത്തേക്ക് ഈ നോസിൽ വഴി, ഈ ഒരു റൊട്ടേറ്റിംഗ് നോസിൽ വഴിയിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇത്രയും ഭാഗത്തേക്ക് കിട്ടി. ഇനി ഇപ്പുറത്തേക്കുള്ളതിന് എന്ത് ചെയ്യുന്നു? വേറെ നോസിലുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ നോസിലൂടെ ബാക്കിയുള്ള ക്രോപ്സിനും കിട്ടുന്നു.
ഓക്കെ, സോ ഇതാണ് ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ പെർപെൻഡിക്കുലർ പൈപ്സ് വിത്ത് റൊട്ടേറ്റിംഗ് നോസിൽ ഓൺ ദ ടോപ്പ് ജോയിന്റ്. ഓക്കെ, ഇവിടെ മുകളിലായിട്ട് ഒരു റൊട്ടേറ്റിംഗ് നോസിൽ ഉണ്ട് പെർപെൻഡിക്കുലർ പൈപ്പിലായിട്ട്. അതിലൂടെയാണ് എന്ത് സ്പ്രിംഗ്ലർ സിസ്റ്റം അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ആവുന്നത്. ഓക്കെ, ദ മെയിൻ പൈപ്പ് ലൈൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഒരു മെയിൻ പൈപ്പ് ലൈൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മുകളിലേക്ക് സ്പ്രിംഗ്ലർ ആയിട്ട്, അതായത് സ്പ്രിംഗ്ലർ മീൻസ് എന്താണ്, റൊട്ടേറ്റിംഗ് നോസിൽസ് വഴി എല്ലായിടത്തേക്കും ചെടിക്ക് ഒരുപോലെ വെള്ളം കിട്ടുന്നു. അതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വാട്ടർ ഫ്ലോസ് ത്രൂ ദ മെയിൻ പൈപ്പ് ലൈൻ അണ്ടർ പ്രഷർ. അപ്പം മെയിൻ പൈപ്പിലൂടെ വാട്ടർ പോകുന്ന ഒരു പ്രഷറിലൂടെയാണ്. പ്രഷർ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പമ്പ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിലൂടെയാണ് ആ വാട്ടർ പൈപ്പ് ലൈനിലൂടെയൊക്കെ പോകുന്നത്. ആൻഡ് വാട്ടർ എസ്കേപ്പ് ഫ്രം ദ നോസിൽ ആൻഡ് സ്പ്രിങ്കിൾസ് ഓൺ ദ ക്രോപ്പ് ലൈക്ക് റെയിൻ. ഒരു റെയിൻ പോലെ, മഴ പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും അല്ലേ, മഴ പോലെ കൾട്ടിവേഷൻ ഫീൽഡിൽ ഇങ്ങനെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക്? ക്രോപ്സിന്. ഓക്കെ, ത്രൂ ദാറ്റ് ദ ക്രോപ്പ് വിൽ ബി ഗ്രോ. ദെൻ ബെസ്റ്റ് എക്സാമ്പിൾസ് അങ്ങനെയുള്ള ക്രോപ്പ് പ്രൊഡക്ഷൻ ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ മെയിൻ ആയിട്ടും വെക്കുന്നത് ഏത് കൾട്ടിവേഷൻ ഫീൽഡിലാണ്? വീറ്റ്, മെയ്സ്, ഷുഗർ കെയിൻ ഇങ്ങനെയുള്ളിടത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് മോഡേൺ മെത്തേഡ്സ് രണ്ടെണ്ണം പഠിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ രണ്ടിൽ കൂടുതലൊക്കെ കാണും. അപ്പം നിങ്ങളത് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, മിസ് പറഞ്ഞു സിലബസ് ജസ്റ്റ് ഒന്ന് ടോപ്പിക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് മിസ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റെഫർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തത് മൂവ് ഓൺ ചെയ്താലോ? അടുത്ത എല്ലാവരും 5th സ്റ്റേജ് ആണ് വീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. വീഡ്സ് അല്ലേ, കളകളൊക്കെ വന്നാൽ പ്ലാന്റ്സിന് ഭയങ്കര ശല്യമായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? നന്നായിട്ട് പ്ലാന്റ് വളരാനായിട്ടൊന്നും സഹായിക്കത്തില്ല. ഓക്കെ, സോ അതാണ് പറയുന്നത് വീഡ്സ് എന്നാണ് ആദ്യം അറിയുക. ഓക്കെ, സോ വീഡ്സ് ആർ അൺവാണ്ടഡ് പ്ലാന്റ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ്, കൾട്ടിവേഷൻ ഫീൽഡിൽ വേണ്ടാത്ത കളകളെയാണ് നമ്മൾ വീഡ്സ് എന്ന് പറയുന്നത്. സോ അൺവാണ്ടഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ എലോങ് വിത്ത് ക്രോപ്സ്. ക്രോപ്സ് എവിടെയുണ്ട് അവിടെ എല്ലാം കാണും ഇത്. ആൻഡ് കോമ്പീറ്റ് ഫോർ ന്യൂട്രിയൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നമ്മൾ നന്നായിട്ട് കാത്തിരിക്കും ക്രോപ്സ് വളരാനായിട്ട്. പക്ഷേ ഈ ക്രോപ്സ് വളരുമോ? ഇല്ല. അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് ആര് വളരും? അതായത് നമ്മുടെ വീഡ്സ് വളർന്നുകൊണ്ടിരിക്കും. അപ്പം അത് ചെടിക്ക് നല്ലതാണോ? അല്ല. അപ്പം നമ്മൾ we want to remove that weeds from the cultivation field. Okay, so that is here. It is compete for nutrients, water and sunlight. അതായത് ക്രോപ്പ് പ്രൊഡക്ഷന് അല്ലെങ്കിൽ ക്രോപ്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ ന്യൂട്രിയൻസും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ ഇത് വലിച്ചെടുത്ത് ഇത് അങ്ങോട്ട് നന്നായിട്ട് വളരും. ക്രോപ്സ് എന്നിട്ട് വളരാതെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് വീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. വീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് റിമൂവൽ ഓഫ് വീഡ് ഈസ് കോൾഡ് വീഡിങ്. എന്താണ്? വീഡിനെ റിമൂവ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വീഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അക്കോർഡിംഗ് ടു അഗ്രികൾച്ചർ പ്രാക്ടീസസ്. ഓക്കെ, സോ വീഡിങ് എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് വീഡ്സ്. ദെൻ ഏത് മെത്തേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം? മാനുവൽ വീഡിങ്, മെക്കാനിക്കൽ വീഡിങ്, യൂസിങ് വീഡിസൈഡ്സ് ആൻഡ് കെമിക്കൽസ്. ഓക്കെ, നമുക്ക് വീഡിസൈഡ്സുകൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഹെർബിസൈഡ്സ്, വീഡിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കാം. ദെൻ മെക്കാനിക്കൽ ആയിട്ടുള്ള റിമൂവൽ നമുക്ക് നടക്കാം. ഒന്നെങ്കിൽ നമുക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറിച്ച് കളയാം. അതാണ് മെക്കാനിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാനുവൽ വീഡിങ്, എന്തെങ്കിലുമൊക്കെ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വീടിനെ നശിപ്പിക്കാം, റിമൂവ് ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റെഗുലർ വീഡിങ് ഇംപ്രൂവ്സ് ക്രോപ്പ് ഈൽഡ്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ക്രോപ്പിനെ ശ്രദ്ധിച്ച് ആ വീഡ്സുകളൊക്കെ കളയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ക്രോപ്പ് ഈൽഡ് ഹൈ പ്രൊഡക്ഷനിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അഞ്ചാമത്തെ എന്ന് പറയുന്നത്. വീഡ് കൺട്രോൾ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചെടിയൊക്കെ വളർന്നു. ഓക്കെ, നല്ല രീതിയിൽ നന്നായിട്ട് വീഡ്സിൻ്റെ ഒന്നും പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമ്മൾ അതിന് മാത്രം വീഡ്സൈഡ്സ് ഹെർബിസൈഡ്സും ഒക്കെ അടിച്ചു കൊടുത്ത് നല്ല രീതിയിൽ വളർന്നു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിന് മെച്യൂരിറ്റി സ്റ്റേജ് എത്തി. അപ്പം പ്ലാന്റ്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നെ കട്ട് ചെയ്യൂ, എന്നിട്ട് എത്രയും വേഗം സെല്ല് ചെയ്യൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഹാർവെസ്റ്റ് ചെയ്യുക. ഇനിയാണ് ഹാർവെസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ കട്ടിംഗ് ഓഫ് ക്രോപ്പ് ആഫ്റ്റർ മെച്യൂറേഷൻ. ഓക്കെ, കട്ടിംഗ് ഓഫ് ക്രോപ്സ് ആഫ്റ്റർ ഇറ്റ്സ് മെച്യൂറേഷൻ. ക്രോപ്സുകൾ മെച്യൂർ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വെക്കാൻ പാടുണ്ടോ? ഇല്ല, അതിനെ മാറ്റണം. ഓക്കെ, സോ യു ഹാവ് ടു കട്ട് ദ crop from the crop production field. Okay, that process is called as harvesting. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഐദർ ഡൺ മാനുവലി ബൈ സിക്കിൾ ഓർ ബൈ എ മെഷീൻ കോൾഡ് ഹാർവെസ്റ്റർ. ഇനി ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ സാധാരണ സിക്കിൾ, അതായത് അരുവിയൊക്കെ വെച്ചിട്ടായിരിക്കും. ഇപ്പം നെല്ലിൻ്റെ ഒക്കെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, വീറ്റിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അരുവി വെച്ചൊക്കെ ആയിരിക്കും അവർ കൊയ്യുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? ഹാർവെസ്റ്റർ പോലത്തുള്ള മെഷീനുകളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ ദ ഹാർവെസ്റ്റ്
harvested crop, the grain seeds need to be separated from the chaff. ഓക്കെ, എന്താണ് മക്കളെ ചഫ് എന്ന് പറഞ്ഞാൽ? പതിരെന്നൊക്കെ പറയും. ഇവിടെ കണ്ടോ, ഈ ചേച്ചി കണ്ടോ, ഇവിടുന്ന് കിട്ടിയേക്കുന്ന ആ നെല്ലുകളെല്ലാം എന്താണ് ഇവിടെ വെച്ച് അടിച്ചടിച്ച് സീഡുകൾ മാത്രം, അല്ലെങ്കിൽ എന്താണ് ക്രോപ്പ് മാത്രം എടുത്തിട്ട് ബാക്കി പതിരെല്ലാം കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പതിരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, സോ ആ പതിരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ സീഡ് ഗ്രെയിൻസ്, അത് വീറ്റ് ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ, അങ്ങനെ മാറ്റുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രഷിങ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ ഒരു മെത്തേഡാണ് ത്രഷിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പലക പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ അടിച്ചടിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രെയിൻസുകൾ എടുത്തിട്ട് പതിര് കളയുക. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ത്രഷിങ് എന്ന് പറയുന്നത്. അതൊക്കെ ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ത്രഷിങ്. Then this is carried out with the help of a machine. ഇനി ഇത് ചെയ്യാനായിട്ടൊരു മെഷീൻ ഉണ്ട്, കമ്പൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹാർവെസ്റ്ററും ത്രഷറും കൂടെ ചേർന്നൊരു മെഷീൻ ഉണ്ട്. ഹാർവെസ്റ്ററും ത്രഷറും കൂടെ ആ രണ്ട് പ്രോസസ്സ് ചെയ്യുന്ന ചേർന്നുള്ളൊരു മെഷീൻ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് കമ്പൈൻ എന്നായിരിക്കും പറയുന്നത് കേട്ടോ. സോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. Farmers with a small holding of land do the separation of grain and chaff by winnowing. ഓക്കെ, ഒന്നെങ്കിൽ ഇതാണ് വിനോയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ത്രഷിങ് പോലെ തന്നെ വേറൊരു പ്രോസസ്സാണ് വിനോയിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ മുറമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാറ്റത്തില്ലേ, സെപ്പറേറ്റ് ചെയ്യത്തില്ലേ. സോ അതാണ് വിനോയിങ് വഴിയൊക്കെ ഫാർമേഴ്സിന്റെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഗ്രെയിൻസുകളൊക്കെ ചഫിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യാറുള്ളതാണ്. ദെൻ മെയിൻ ആയിട്ടും ഈ ഒരു സമയത്ത് ഹാർവെസ്റ്റിംഗ് ടൈമിൽ നടക്കുന്ന അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ ദിസ് ഈസ് ദ സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാർവെസ്റ്റ് സീസൺ. വിച്ച് ആർ ദേ? ദേ ആർ പൊങ്കൽ, അതുപോലെ തന്നെ ബൈസാഖി, ദീപാവലി, നബാന, അതുപോലെ തന്നെ ബിഹു. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് അക്കോർഡിംഗ് ടു ഹാർവെസ്റ്റിംഗ് പീരീഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ചിലപ്പോൾ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ത്രഷിങ്, വിനോയിങ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പെയിൻ, അങ്ങനത്തെ ഒക്കെ ടേംസുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ അതാണ് ഈ ഒരു ഹാർവെസ്റ്റിങ്ങിലൂടെ മനസ്സിലാക്കേണ്ടത്. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റോറേജ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സ്റ്റോറേജ് ഈസ് ദ പ്രോസസ് പ്രോപ്പർ പ്രിസർവേഷൻ ഓഫ് ഹാർവെസ്റ്റഡ് ക്രോപ്സ് ടു പ്രൊട്ടക്ട് ദം ഫ്രം പെസ്റ്റ്, മോയ്സ്ചർ ആൻഡ് സ്പോയിലേജ്. പെസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റിൽ നിന്നും സ്പോയിലേജ്, നശിച്ചു പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹാർവെസ്റ്റിലൂടെയൊക്കെ എടുത്ത ക്രോപ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? സോ അതാണ് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്? ഗ്രെയിൻസ് ആർ ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ സിലോസ്, ഗ്രാനറീസ് ഓർ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എയർ ടൈറ്റ് സിലോസിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ഗ്രാനറീസിലും ഒക്കെയാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. എന്ത്? നമ്മൾ ഈ ഡ്രൈ ആക്കിയ, അതുപോലെ തന്നെ എന്താണ് ഡ്രൈ ആക്കിയ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി അത് പല രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒന്നെങ്കിൽ ആ പ്രൊഡ്യൂസേഴ്സ്, ആരാണോ ഇത് വിത്ത് നട്ടത്, ആ ആളുടെ ഏരിയയിൽ വല്ല ചാക്കിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കും അറ്റ് ട്രേഡേഴ്സ് ലെവൽ, ട്രേഡേഴ്സ് ഇത് ഇനി സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടും അവരുടെ ആ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ. അപ്പോൾ എന്താണ്? അവരുടെ ഗോഡൌണിൽ നല്ല ചാക്കിലൊക്കെ ആക്കി അവരുടെ ഗോഡൌണിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ളതാണ് അതെന്ന് പറയുന്നത് ട്രേഡേഴ്സ് ലെവൽ എന്ന് പറയുന്നത്. Then according to FCI എന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഡൺ ബൈ ഗ്രെയിൻസ് ഇൻ സിലോസ്, വലിയ എയർ ടൈറ്റിംഗ് കണ്ടെയ്നേഴ്സിലൊക്കെയാണ് ഇവരൊക്കെ എന്ത് ചെയ്ത ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് സ്റ്റോറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ക്രോപ്സിനെ സംരക്ഷിക്കുക, അല്ലെ പ്രൊട്ടക്ട് ചെയ്യുക. ഏതിൽ നിന്നൊക്കെ? സ്പോയിലേജിൽ നിന്ന്, പെസ്റ്റിൽ നിന്ന്, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റിൽ നിന്നൊക്കെ. അത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ വെറുതെ ആയിപ്പോത്തില്ല ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളെല്ലാം. സോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കിട്ടിയോ? എൻ്റെ മക്കൾക്ക് കിട്ടിയോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാവർക്കും ഒന്ന് മനസ്സിലായോ? ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? അപ്പം അഗ്രികൾച്ചർ പ്രാക്ടീസിൻ്റെ കേസിലുള്ള മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സുകളെല്ലാം ഓർത്ത് വെക്കുക. ഇറിഗേഷൻ എന്താണെന്ന് ഓർക്കുക. ഇറിഗേഷനിൽ വരുന്ന കാര്യങ്ങൾ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? യെസ്. ഓക്കെ,
നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഏതെന്ന് പറയാം, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ നമ്മുടെ ഇൻകം ഏൺ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് റെയറിങ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അതായത് പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിഷ് അല്ലെ, കൾട്ടിവേഷൻ ഓഫ് ഫിഷ്, അതിനെയാണ് നമ്മൾ പിസികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹണി ബീസിനെ റെയർ ചെയ്യുന്നത്, റെയറിങ് ഓഫ് ഹണി ബീസ് ഫോർ ഗെറ്റിംഗ് ഹണി അല്ലെ, ഹണി വാക്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, എപ്പികൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ് ഒക്കെയാണ്, പ്ലാന്റ്സിന്റെയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ പറയാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, കന്നുകാലി വളർത്തലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, മിൽക്ക് അതുപോലെ തന്നെ മീറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശു, ആട്, എരുമ, പോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വളർത്തുന്നത്. ദെൻ പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൻ അല്ലെ, നമ്മൾ കോഴി വളർത്തുന്നതിനെയാണ്, കോഴീനെ വളർത്തുന്ന കോഴി വേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് കൃഷിക്കൊക്കെ ഇട്ട് കൊടുത്ത നല്ല വളങ്ങളുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എഗ്ഗ് കിട്ടാനായിട്ടൊക്കെ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എഗ്ഗ് ഒക്കെ കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെയുള്ള പോൾട്രി ഫാമിംഗ് നടത്തുന്നു. പിന്നെ സെറികൾച്ചേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സിൽക്ക് വോം ഒക്കെ, സിൽക്ക് വോമിലൊക്കെ സിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് റെയറിങ് ഓഫ് സിൽക്ക് വോമിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ ആനിമൽ ഹസ്ബൻഡറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആനിമൽസിനെയൊക്കെ റെയർ ചെയ്യുന്നു. ഓക്കെ, റെയറിങ് ഓഫ് ആനിമൽസ്. ഓക്കെ, സോ ആനിമൽ ഹസ്ബൻഡറി ഇസ് ദ ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫീഡിങ്, എന്തൊക്കെയുണ്ടായിരിക്കും, ഫീഡിങ്, കെയറിങ്, അതുപോലെ തന്നെ ബ്രീഡിങ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ് കോൾഡ് ആനിമൽ ഹസ്ബൻഡറി. അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആനിമൽസ് കാണുമല്ലോ, അപ്പോൾ അവരെ ഫീഡ് ചെയ്യുക, അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് കെയറിങ് കൊടുക്കുക. അതിലൂടെയൊക്കെ നമുക്ക് തന്നെയല്ല യൂസ്ഫുൾ ആവുന്നത്, നമുക്ക് തന്നെയല്ല നല്ല നല്ല കാര്യങ്ങൾ കിട്ടുന്നത്. പശുവിനെ വളർത്താണ് എന്ത് തരും, പശു പാല് തരും, അതുപോലെ തന്നെ എന്താണ്, കൗഡങ് തരും. അത് നമ്മുടെ വെജിറ്റബിൾസിനോ അല്ലെങ്കിൽ ക്രോപ്സ് ഒക്കെ വളരാനായിട്ട് നല്ലതാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആനിമൽ ഹസ്ബൻഡറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡിങ് എന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡിങ് മീൻസ് ടു യൂസ് എ റിസോഴ്സ് കെയർഫുള്ളി വിത്തൗട്ട് വേസ്റ്റ്. ഒരു റിസോഴ്സ് നല്ല കെയർഫുള്ളി യൂസ് ചെയ്യുക, ഒരു വേസ്റ്റും കൂടാണ്ട്. അതാണ് ഹസ്ബൻഡിങ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദസ് ആനിമൽ ഫാമിംഗ് ഓർ ആനിമൽ ഹസ്ബൻഡറി റിക്വയർസ് പ്ലാനിങ് ഫോർ ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പം നമ്മൾ ഒരു ആനിമൽ ഹസ്ബൻഡറിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡൊമസ്റ്റിക് ആനിമൽസിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് ഷെൽട്ടർ വേണം, നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്യണം, ഹെൽത്ത് കണ്ടീഷൻ നോക്കണം, ഡിസീസ് കൺട്രോൾ നോക്കണം, പ്രോപ്പർ എക്കണോമിക് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അവർ ഡൊമസ്റ്റിക് ആനിമൽസ് ഓർ ലൈഫ് സ്റ്റോക്ക് ഇൻക്ലൂഡ്സ് ദോസ് ആനിമൽസ് വിച്ച് ആർ റേസ്ഡ് ഫോർ ഫാം പർപ്പസ്. ഓക്കെ, അങ്ങനെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, കാറ്റിൽ അല്ലെങ്കിൽ കൗ, അതുപോലെ ബുൾ, ഓക്സ്. ഓക്കെ, അതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ ബഫല്ലോ ഉണ്ട്, യക്ക് ഉണ്ട്, ഹോഴ്സ്, ആസ്, ഗോട്ട്, ഷീപ്പ്, ക്യാമൽ. ഇതിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള ഹ്യൂമൻ യൂസസിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ് ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ആനിമൽ ഹസ്ബൻഡറി എന്നതുകൊണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ, എന്താണ്, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, പോൾട്രി ഫാമിംഗ്. ഓക്കെ, പോൾട്രി ഫാമിംഗ്. ദെൻ കൾട്ടിവേഷൻ ഓഫ് ഫിഷ്, പിസികൾച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഹണി ബീനെ റെയർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് എപ്പികൾച്ചർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നോക്കിക്കോണം കേട്ടോ. മിസ് ഇവിടെ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നോക്കിക്കോണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു ആനിമൽ ഹസ്ബൻഡറിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മിസ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബേസ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻ മിസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു 15 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നതെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിച്ചോണം. കേട്ടല്ലോ, ഏത് സ്ഥലത്തിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ മിസ് തന്ന ടോപ്പിക്ക് തന്നെ മാത്രം നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. നന്നായിട്ട് പഠിക്കുക, എല്ലാവരും IIT എയിംസിനൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ അൺവാണ്ടഡ്
wild plants growing along with the crop plants are called. Okay, നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ക്രോപ്പ് കൾട്ടിവേഷൻ്റെ അവിടെ നമുക്ക് വേണ്ടാത്ത ചെടികളുണ്ടെന്ന് മിസ് പഠിപ്പിച്ചായിരുന്നു. ആ ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്? വീഡ്സ്, സീഡ്ലിങ്സ്, മൈനർ ക്രോപ്സ്, ഗ്രാസസ്. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തെന്നാണ് നമ്മൾ പറയുന്നത്? അൺവാണ്ടഡ് പ്ലാന്റ്സിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ പിള്ളേരെ. The unwanted plants that is grown in cultivation field or crop cultivation. Yes, it is called as option A, weeds. Okay, weeds ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഖാരിഫ് ക്രോപ്സ് ആർ ഗ്രോൺ ഡ്യൂറിങ്. എപ്പോഴാണ് ഖാരിഫ് ക്രോപ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു ഖാരിഫ് ക്രോപ്സിന്റെ ആർ ഫോർ റെയിനി. സോ ദ ആൻസർ ഈസ് റെയിനി സീസണിലാണ് നമുക്ക് ഖാരിഫ് ക്രോപ്സുകളൊക്കെ ഗ്രോൺ ചെയ്യിപ്പിക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, റെയിനി സീസൺ. ദെൻ ഖാരിഫ് ക്രോപ്സ് ആർ സോൺ ഇൻ. എപ്പോഴാണ് ഖാരിഫ് ക്രോപ്സുകൾക്ക് സോൺ ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എപ്പോഴാണ് ഖാരിഫ് ക്രോപ്സുകളൊക്കെ സോൺ ചെയ്യുന്നത്? ഏത് സീസണിലായിരിക്കും? ഏത് മന്തിലായിരിക്കും? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ജൂലൈ, നവംബർ ഓർ ഡിസംബർ? റെയിനി സീസൺ ആണെന്ന് ഓർത്തു നോക്കിക്കേ. യെസ്, ദ ആൻസർ ആരെങ്കിലും ഉണ്ടോ? കമന്റ് ചെയ്തവരുണ്ടോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ജൂൺ, ജൂലൈ. ഓക്കെ, ജൂൺ, ജൂലൈ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ഡ്രിപ്പ് ഇറിഗേഷൻ വാട്ടർ ഈസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷനിൽ വാട്ടറിന്റെ ആ ഒരു പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്രിങ്കിൾഡ് ഓൺ ലീവ്സ്, സ്റ്റോർഡ് ഇൻ ടാങ്ക്സ്, ദെൻ സ്പ്രേഡ് ഇൻ ദ എയർ, സപ്ലൈഡ് സ്ലോലി നിയർ ദ റൂട്ട്സ്. അക്കോർഡിംഗ് ടു ഡ്രിപ്പ് ഇറിഗേഷൻ, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ എന്തിൻ്റെ അടുത്ത് വെള്ളം കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്? റൂട്ട്സ് അല്ലേ? സോ ദ ആൻസർ ഈസ് ഡി, സപ്ലൈഡ് സ്ലോലി നിയർ ദി റൂട്ട്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രോപ്സ് ബെനഫിറ്റ് ദ മോസ്റ്റ് ഫ്രം ഡ്രിപ്പ് ഇറിഗേഷൻ? ഓക്കെ, ഡ്രിപ്പ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്രോപ്പാണ് മെയിൻ ആയിട്ടുള്ളതെന്ന്? വീറ്റ് ആൻഡ് റൈസ്, ഷുഗർ കെയിൻ ആൻഡ് കോട്ടൺ, ഫ്രൂട്ട് plants, vegetables and gardens, maize and bajra. Answer is C, fruit plants, vegetables and garden. Okay, then the branch of science that deals with the growing plants and raising livestock for human use is. എന്താണ് പറയുന്നത്? The branch of science that deals with the growing plants and raising livestock for human use is called dash. ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, പറഞ്ഞേ. കമന്റ് ചെയ്തേ. ഓക്കെ, യെസ്, ദ ആൻസർ ഈസ് അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചർ ആണ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി growing plants and raising livestock for human use is agriculture. Okay, then which of the following is an example of rabi crop? Rabi cropil vanna rabi cropsil. Okay, example ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാബി ക്രോപ്സിന്റെ എക്സാമ്പിൾ പൊട്ടേറ്റോ, ഒനിയൻ, ജൂട്ട്, പൾസ്. ഇറ്റ് ഈസ് പൊട്ടേറ്റോ. ഓക്കെ, പൊട്ടേറ്റോ ആണ് ആൻസർ വന്നിരിക്കുന്നത്. സോ റാബി ക്രോപ്സിന്റെ എക്സാമ്പിൾ ഈസ് പൊട്ടേറ്റോ. ദ മെത്തേഡ് ഓഫ് ലൂസനിങ് ദ സോയിൽ ഈസ് കോൾഡ്. എന്താണ് മെത്തേഡ് ഓഫ് ലൂസനിങ് ദ സോയിൽ? സോ ദ മെത്തേഡ് ഓഫ് ലൂസനിങ് ദ സോയിൽ ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്, പ്ലോയിങ്, ലെവലിംഗ്, ത്രഷിംഗ്. എന്താണ് ലൂസൺ ചെയ്യുന്ന പ്രോസസ്? ഏതാണ്? യെസ്, ദാറ്റ് ഈസ് പ്ലോയിങ്. ഓക്കെ, ഓപ്ഷൻ ബി അല്ലേ പിള്ളേരെ? അല്ലേ? ഒന്ന് കമന്റ് ചെയ്ത് ഏതാ ആൻസർ എന്നുള്ളത്. ഏതാ ആൻസർ? യെസ്, ദാറ്റ് ഈസ് ബി, പ്ലോയിങ്. The next question, watering the crops is called sowing, manuring, tilling, irrigation. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ആൻസർ. ഏതാണ് വാട്ടറിംഗ്, വാട്ടർ ഫെസിലിറ്റീസ് ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ഇറിഗേഷൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് NPK? NPK എന്താ മക്കളെ? N for nitrogen, P for phosphorus and K for potassium. So
ഈ NPK എന്ന് പറയുന്നത് എന്താ മക്കളെ? ഫെർട്ടിലൈസർ, മാനുവർ, വീഡിസൈഡ്, വീഡ്. That is fertilizer. Okay. So NPK is a fertilizer. Then separating grains from the chaff is called sowing, threshing, tilling, harvesting. ഏതാണ് ആൻസർ? അതായത് ചഫിൽ നിന്ന് ഗ്രെയിൻസിൽ നമ്മൾ പതിരിൽ നിന്ന് ഗ്രെയിൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ത്രഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. The management of rearing of animals for food and other products is known as granaries, animal husbandry, poultry, warehouse. What is it called? Rearing of animals for food and other products is known as animal husbandry. Option B. Okay. Then next question. Leveling of soil helps to prevent. Okay. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെവലിംഗ് ചെയ്യുന്നത്? എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോയിൽ ഇറോഷൻ, കൾട്ടിവേഷൻ, സോയിങ്, ഡ്രോട്ട്. ഓക്കെ. സോ ദാറ്റ് ഈസ് ലെവലിംഗ് ഓഫ് സോയിൽ ഹെൽപ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ലെവലിംഗിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. ദെൻ കമ്പോസ്റ്റ് ഈസ് ബേസിക്കലി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നാച്ചുറലി ഉണ്ടാകുന്ന കാര്യമാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. വെർമി കമ്പോസ്റ്റ്, കൗഡങ്, അങ്ങനെയൊക്കെ ഉള്ളത്. സോ ഇറ്റ് ഈസ് എ മാനുവർ, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, വീഡിസൈഡ്. വിച്ച് വൺ ഈസ് ദാറ്റ്? ദാറ്റ് ആൻസർ ഈസ് മാനുവർ. ഓക്കെ. മാനുവർ അല്ലേ? മാനുവർ അല്ലേ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു തിങ് എന്ന് പറയുന്നത്, സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് മാനുവർ. ഓക്കെ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എക്സാമ്പിൾ ഫോർ വീഡിസൈഡ്. ഓക്കെ. എന്താണ് വീഡിസൈഡ് എന്ന് പറയുന്നത്? വീഡ്സിനെ റിമൂവ് ചെയ്യുക ഫ്രം ദി കൾട്ടിവേഷൻ ഫീൽഡ്. ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് വീഡിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് നമ്മൾ വീഡിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യും. സോ ഇതിൽ വീഡിസൈഡ്സിന് ഒരു എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ DDT, ഓപ്ഷൻ ബി ഹെപ്റ്റാക്ലോർ, ഓപ്ഷൻ ഡി ആൽഡ്രിൻ, ഓപ്ഷൻ സി ആൽഡ്രിൻ ആൻഡ് ഓപ്ഷൻ ഡി 2,4-D. സോ ദ ആൻസർ ഈസ് ദാറ്റ്. ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ. സോ മിസ് ആൻസർ പറയുകയാണ്. ആൻസർ ഈസ് 2,4-D. ഓക്കെ. 2,4-D ആണ് ആൻസർ എന്ന് പറയുന്നത്, വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതൊക്കെയാണ് മിസ് എടുത്തിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിലൊക്കെ. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളൊന്ന് നോക്കുക. 8ലുണ്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറേ ഏകദേശം ഉണ്ട് ടോപ്പിക്സുകൾ. പിന്നെയും എന്തെങ്കിലുമൊക്കെ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാ മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ IIT എയിംസ് ഒക്കെ ക്യാച്ച് ചെയ്ത് നല്ല ലക്ഷ്യത്തിലേക്കൊക്കെ എത്തുക. ഗോൾസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഇനി അപ്പം നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ഓരോ മിസ്സുമാർ വരുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം ഇവിടെ ഇരുന്നത് വളരെ നന്ദിയുണ്ട്. താങ്ക്സ്. സോ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ.